ഹലോ ഗൈസ്, സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. കുഞ്ഞു കുഞ്ഞു ഷോർട്സാണ് ഞാൻ ഇറക്കാറുള്ളത്. പക്ഷെ ഞാൻ വെച്ചൊരു ഫുൾ വ്ളോഗ് എടുക്കാമെന്ന്. ബിക്കോസ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങൾ സ്ഥലം വരെ പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നിങ്ങൾക്ക് കാണാം ആ സ്ഥലം എവിടെയാണെന്ന്. സോ ഇപ്പോൾ ടൈം ഇസ് അറൗണ്ട് 5:30 ഇഫ് ഐം റൈറ്റ്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആ സ്ഥലം എത്തണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ പോകണം. സോ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. 11 o'clock നമ്മുടെ ഫ്ലൈറ്റ്. സോ വി തോട്ട് കുറച്ച് നേരത്തെ പോവാം, ഇൻ കേസ് തിരക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ. സോ അപ്പോൾ ഇനി അടുത്ത നമുക്ക് എയർപോർട്ടിലെത്തിട്ട് കാണാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, സോ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ചെക്ക് ഇൻ ചെയ്തു, ലഗേജൊക്കെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇനി 11 മണിക്കാണ് ട്രെയിനിന്. സോറി, ട്രെയിൻ ഇപ്പോൾ കയറി ശീലിച്ച് ട്രെയിൻ എന്ന് പറഞ്ഞു, ഐ മീൻ ഫ്ലൈറ്റ്. സോ നമ്മൾ എവിടേക്കാണ് പോകണേന്ന് നമ്മൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പോൾ പറയണോ? പറയണ്ട. ഓക്കെ, സോ നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ്. ഒബ്വിയസ്ലി, ഐ മീൻ മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് ഓൾറെഡി ഗെസ്ഡ് ബിക്കോസ് അച്ഛൻ ദുബായിലാണല്ലോ. സോ ഒബ്വിയസ്ലി ദുബായിലേക്ക് കയറി, ഐ മീൻ സോറി, ദുബായിലേക്ക് പോകണു. ആൻഡ് ഞങ്ങളിത് എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐ മീൻ ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈ. ഹലോ ഗൈസ്, സോ നമ്മളിത് ഫ്ലൈറ്റിൽ കയറി. കറക്റ്റ് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. വിൻഡോ സീറ്റ് കിട്ടിയതല്ലേ, ഞാൻ കൊടുത്തതാണ്. ഞാൻ വണ്ടി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട്. സാഡ് റിയാലിറ്റി. അമ്മ അത് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അമ്മ റെഡിയല്ലേ? കുറച്ചൊരു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ടായിരിക്കും. കറക്റ്റ് നമ്മുടെ നല്ല, ഐ മീൻ കറക്റ്റ് വ്യൂ, നല്ല വ്യൂ കിട്ടുന്ന സീറ്റാണ്. സോ ഇനി നമ്മൾ അടുത്ത വ്ളോഗ് എടുക്കുന്നത് ദുബായിലായിരിക്കും. ബൈ ബൈ. ഹായ് ഗൈസ്, സോ നമ്മളിതാ ദുബായ് എത്തി. പറ്റൂല, ഹബീബി ആയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി മുതൽ ഒഫീഷ്യലി നമ്മൾ അൽ ദുബായ് വ്ളോഗ്സ് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇനി മുതൽ അതിൻ്റെ സ്റ്റാർട്ടാണ് അല്ലമ്മ? ഓക്കെ, സോ ഫ്ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇവിടെ സമയം 1 something. ഓക്കെ, 2 മണി ആവാറേ, 1:56 ടു ബി എക്സാക്ട്. അപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ ഒന്ന് എടുത്തിട്ട് അൽ ദുബായ് വ്ളോഗ്സ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ശോഭ മോളിലെ തോന്നുന്നു, തൃശ്ശൂർ വിട്ടില്ല, പറ്റിച്ചു. ഹബീബി, വെൽക്കം ടു ദുബായ്. വ്ളോഗിന് ഹായ് പറയച്ചാ, ഹായ് പറയൂ. ഹലോ ഗൈസ്, എത്തി ഗൈസ്. ഒഫീഷ്യലി അൽ ദുബായ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. ഗൈസ്, ഞാൻ കണ്ട ദുബായ് അല്ല ഈ ദുബായ്. ഇവിടെ മൊത്തം കാറ്റാണ് ഗൈസ്. എന്താ സംഭവം എന്ന് മനസ്സിലാവണില്ല. നമ്മത് അവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ മൊത്തം കാറ്റാ, വൻ കാറ്റ് ഗൈസ്, വൻ കാറ്റ് ഗൈസ്. നല്ല മഴയാണ്, രക്ഷയില്ല. അന്നത്തെ പോലത്തെ സെയിം ഇവൻറ്റ്സ് ആണെന്ന് തോന്നുന്നു ദുബായിലത്തെ. ഹോപ്പ്ഫുള്ളി അതിനേക്കാളും മുമ്പ് വീട്ടിലെത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഭയങ്കര മഴയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇതാണ് നമ്മുടെ വ്യൂ. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മഴയാണ്. സോ നാട്ടിൽ നിന്നാണെങ്കിൽ അമ്മ കുടയും എടുത്തില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ മഴയൊക്കെ ഏകദേശം സൈഡായിട്ടുണ്ട്. വലിയ അറിയില്ല ഇനി മഴ പെയ്യുമെന്ന്. ഇന്നും വാർണിംഗ് ഒക്കെ ഉണ്ട് മഴ പെയ്യുന്നത്. സോ നമ്മളിതാ ഇവിടെയൊക്കെ മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, സെറ്റായിട്ടുണ്ട്. സച്ചു ഇന്നിലുണ്ട്. ഇതാണ് അവസ്ഥ. സോ നമ്മളിതാ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. ഓ മൈ ഗോഡ്. സോ അതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, എന്നിട്ട് കൊള്ളി ഇത് അമ്മ കൊണ്ടുപോയി കളഞ്ഞു ബാസ്കറ്റിൽ. അതെ, അമൂല്യമായ കൊള്ളി. ആംബുലൻസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ, ഫുൾ സർവീസാണ്. നോ വറീസ്, എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ഗൈസ് അവിടെയാണ് മെയിൻ, കണ്ടില്ലേ? ആ ഗൈസ് കണ്ടോ വെള്ളം വരുന്നത്? ഇതാണ് വാട്ടർ പാർക്ക്. മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ദുബായ് വാട്ടർ പാർക്ക്. ഇല്ല ഗൈസ്, ദുബായ് വെള്ളത്തിലായി. ഒരു കുഞ്ഞു മഴ പെയ്തതിനാണ് ഈ കണ്ടതൊക്കെ മൊത്തം. ഇവിടെയൊക്കെ നമുക്ക് കാണാം. സോ ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, അങ്ങനെ കുറേ നേരമൊക്കെ കഴിഞ്ഞു. ലഞ്ചും കഴിച്ചു. ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറേ പണികളുണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ആൻഡ് പിന്നെ കുറേ ഒതുക്കി. സോ ഇതാണ് വ്ളോഗിൻ്റെ എൻഡ്. ഫസ്റ്റ് വ്ളോഗാണ്, അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ക്ഷമിക്കാം. എനിവേ ബൈ.